ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അഞ്ഞൂറാനല്ല, മറിച്ച് അഞ്ഞൂറാൻ അമ്മയാണ്. അഞ്ഞൂറാൻ്റെ മറ്റൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം 3 ആൺമക്കളാണ്, 3 ആൺമക്കളെയും കല്യാണം കഴിപ്പിച്ചിട്ടില്ല. അതിൻ്റെ കാരണം പറയുന്നത്, മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്നേഹം എനിക്ക് കിട്ടുമോ എന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. മക്കൾക്ക് ഇപ്പോൾ 43 വയസ്സ് മൂത്ത മകനെ, രണ്ടാമത്തെ മകനെ 39, മൂന്നാമത്തെ മകന് 35 കഴിഞ്ഞിരിക്കുന്നത്. 3 പേരും കല്യാണം കഴിച്ചിട്ടില്ല. കാരണം ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ഈ 3 ആൺമക്കളെയും വളർത്തിക്കൊണ്ടുവന്നത്, സ്നേഹം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ അമ്മയാണ്. അമ്മ ഇപ്പോൾ മക്കളെ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. കാരണം അവർക്കും അങ്ങനെ ഒരു ചിന്തയില്ല എന്നുള്ളത്. കേൾക്കുന്ന ബന്ധുക്കളും മറ്റും പറയുന്നത് ഈ തള്ള ഈ മക്കളെ മുഴുവൻ നശിപ്പിക്കും, അവരുടെ ഭാവി ഇല്ലാതാക്കും. അതാത് കാലങ്ങളിൽ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടതും ഇത്തിരി നിർബന്ധിക്കേണ്ടതും ഈ അമ്മയുടെ കടമയാണല്ലോ. പക്ഷേ ഈ അമ്മയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അഞ്ഞൂറാൻ അമ്മയുടെ പോലെ പെരുമാറുന്നത്. ആൺമക്കൾ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മരുമക്കളിലേക്ക് സ്നേഹം വ്യാപിക്കും, തനിക്ക് സ്നേഹം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്വാർത്ഥത അവിടെ നിലനിർത്തുകയാണെന്നുള്ളത്. ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അമ്മയ്ക്കുള്ള സ്നേഹം അമ്മയ്ക്കും, അതുപോലെ തന്നെ ഭാര്യമാർക്കുള്ള സ്നേഹം ഭാര്യമാർക്കും അവർ കൊടുത്തോളും. കാരണം ഇതെല്ലാം വ്യത്യസ്ത റോളാണ്. ഓരോ കാലഘട്ടങ്ങളിൽ റോള് ചേഞ്ച് ചെയ്തു വരും. അമ്മ ഇപ്പോഴും അമ്മയായി തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പോരാ. തീർച്ചയായിട്ടും മരുമക്കൾ വരേണ്ടതാണ്. അങ്ങനെ കൂടുതൽ അവിടെ സന്തോഷം ഉണ്ടാവേണ്ട. പക്ഷേ അമ്മയ്ക്കറിയില്ല. അമ്മ വിചാരിച്ചിരിക്കുന്നത് തൻ്റെ സ്നേഹം, തനിക്കുള്ള സ്നേഹം മക്കളിൽ നിന്ന് നഷ്ടപ്പെടും എന്ന് വിചാരം, ആ ഒരു ഭയമുള്ളത് കൊണ്ട് തന്നെ മക്കളെ കല്യാണം കഴിപ്പിക്കാതെ ഒരു അഞ്ഞൂറാൻ അമ്മയുടെ റോള് ആയി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.